Part 3 Video Tips. First part part 2 ഞാൻ 6 പോയിൻറ്റ്സ് നിങ്ങളോട് പറഞ്ഞു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. ഇവിടെ ഞാൻ 7 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമ്പർ 1, ഫസ്റ്റ് പോയിൻറ്റ്, നൈറ്റിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ആസ് ഫാർ ആസ് പോസിബിൾ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നെവർ യൂസ് ഫ്ലാഷ് യൂസ് ചെയ്യാതെ വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ നൈറ്റ് വേരിയേഷൻസും ആ കോൺട്രാസ്റ്റ് വേരിയേഷൻസും ആ കളർ വേരിയേഷൻസും കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത്. ഷട്ടർ സ്പീഡ് കുറച്ചെടുക്കേണ്ട സ്ഥലങ്ങളിൽ ഷട്ടർ സ്പീഡ് കുറച്ചെടുക്കുക. പക്ഷേ കഴിവതും ഫ്ലാഷ് എടുക്കാതെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫ്ലാഷ് ഇല്ലാതെയുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 2, ഈ ഡേ ടൈം ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലൈറ്റിങ് ഗോൾഡൻ അവേഴ്സ് ടൈമാണ്. അതായത് 1 hour ആഫ്റ്റർ ദി സൺറൈസ്, 1 hour ബിഫോർ ദി സൺസെറ്റ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഷൂട്ടിംഗ് ടൈം. കഴിവതും ഈ സമയങ്ങളിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഉച്ചയ്ക്കൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ, ഭയങ്കര ഷാർപ്പ് ലൈറ്റാകുന്ന, ഭയങ്കര ഇൻറ്റൻസിഫൈഡ് ലൈറ്റാണ്, സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ കാർഡ് യൂസ് ചെയ്യുക. ഈ കഴിവതും ഈ പീരീഡിൽ, അതായത് ഈ ഗോൾഡൻ അവർ പീരീഡിൽ ഡേ ടൈം ഫോട്ടോസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ആ സമയങ്ങളിൽ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 3, ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ ലോങ് വീഡിയോസ് എടുക്കുമായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 മിനിറ്റ് 6 മിനിറ്റുള്ള വീഡിയോസൊക്കെ എടുക്കും. അത് അനുഭവങ്ങളിലൂടെ കുറേ കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കി ദാറ്റ് ഈസ് നോട്ട് ദി കറക്റ്റ് വേ. ചെറിയ ഷോട്ടുകൾ എടുക്കുക, 1 minute 2 minutes, എന്നിട്ട് നമുക്ക് അത് ഒരു 6-7 മിനിറ്റായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, ഹൈലൈറ്റായിട്ട് ഉൾപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. വലിയ ലോങ് വീഡിയോ എടുത്ത് അത് ട്രാൻസ്ഫർ ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് കാണിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം, അതായത് 1 minute 2 minutes, ഒരു 3 minutes കവർ ചെയ്യാതുള്ള വീഡിയോസാണ് എപ്പോഴും എടുക്കേണ്ടത്. പിന്നെ നമുക്കതെല്ലാം ഒരുമിച്ച് കമ്പൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനോ ജോയിൻ ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും. നമ്പർ 4, ഒരു ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ, അതായത് ത്രൂ ദി ഗേറ്റ് യു ആർ എൻട്രിങ്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഡോളി ഷോട്ട് ഉപയോഗിക്കുക. ഈ ഡോളി ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് യു പുഷ് ദി ക്യാമറ ഇൻസൈഡ്, അതായത് അങ്ങനെ പുഷ് ദി ക്യാമറ ഇൻസൈഡ് ത്രൂ ദ ഗേറ്റ്. അപ്പം ഒരു നല്ല ഫീലിംഗ് കിട്ടും. അതായത് നമ്മൾ ക്യാമറ അങ്ങനെ പുഷ് ചെയ്ത് അകത്തേക്ക് പോകുമ്പം വരുന്നതായിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസ് ആയിരിക്കണം അതിന് ഉപയോഗിക്കേണ്ടത്. അപ്പം ദാറ്റ് വിൽ ഗിവ് യു എ വെരി ഗുഡ് ഷോട്ട്. അതായത് ആസ് യു എൻ്റർ ഇൻ ടു എനി ബിഗ് സ്ട്രക്ചർ ഓർ എ ബിൽഡിംഗ്, ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങളങ്ങനെ ഈ പുഷ് ഷോട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്പർ 5, അനദർ മിസ്റ്റേക്ക് വിച്ച് ഐ യൂസ് ടു മേക്ക്. ഇത് ഒരു ഡയറക്ഷനിൽ ഒരു പാൻ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പാൻ ചെയ്ത ശേഷം വീണ്ടും ശരിയായില്ലെന്ന് വെച്ചിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും പാൻ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് ഈസ് നോട്ട് ദി കറക്റ്റ് വേ. നമ്മൾ പല ക്ലിപ്സുകൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ എടുക്കുക, ശരിയായില്ലെങ്കിൽ വീണ്ടും ആ ഡയറക്ഷനിൽ തന്നെ ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾ ഈ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു ഡയറക്ഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു നല്ല പ്രാക്ടീസ് ആയിരിക്കും. വീഡിയോസ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ടോട്ടൽ വീഡിയോയിൽ കിട്ടാതിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് അതിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്പർ 6, ഇതും ഞാൻ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു തെറ്റാണ്. അതായത് വൺ ഓഫ് ദി മിസ്റ്റേക്സ് വിച്ച് ഐ യൂസ് ടു മേക്ക്. നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് ക്യാമറ മൂവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് പാൻ മൂവ്മെൻ്റ് ആണ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീനിൽ ഹൈലൈറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1.5 സെക്കൻഡ് പോസ് ചെയ്ത ശേഷം വീണ്ടും മൂവ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂവേഴ്സിനും ആക്ച്വലി അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തോന്നും.
അത് കുറച്ചുകൂടെ കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു സാധ്യത അവർക്ക് കിട്ടും. വളരെ കുറച്ച് ഒരു അല്പനേരം നിങ്ങൾ പോസ് ചെയ്തിട്ട് വീണ്ടും അതിൽ മൂവ് ചെയ്യുക. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ zoom into that situation and zoom it there and then move along with move to the one side, other side, or one side or this side, whichever direction you are following. Number 7, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സിൽ ഒരു മൂവ്മെൻറ്റാണ് റിവീലിംഗ് ദ സീൻസ്. അതായത് നമ്മൾ വരാൻ പോകുന്നതായിട്ടുള്ള സീനിൻ്റെ സൗണ്ട് നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്യുകയും പിന്നെ സ്ലോ ആയിട്ട് ആ സീൻ റിവീൽ ചെയ്യുകയും ചെയ്യുന്ന ഷോട്ടാണ് റിവീൽ സീൻ എന്ന് പറയുന്നത്. നമുക്ക് ക്യാമറ മൂവ്മെൻറ്റ്സുള്ള എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഷോട്ടിൽ നിങ്ങൾക്ക് നല്ല ഒരു ക്യൂരിയോസിറ്റി വ്യൂവേഴ്സിൽ ജനിപ്പിക്കുവാൻ സാധിക്കും. ബിക്കോസ് യു ആർ ഓൾറെഡി ഗിവിങ് ദ സൗണ്ട്. സെക്കൻഡ്, യു ആർ സ്ലോലി ഗോയിങ് ടു ഓപ്പൺ അപ്പ് ദ സീൻ. അങ്ങനെ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ചെയ്യാതെ അത് സ്ലോ ആയിട്ട് റിവീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചില സീൻസ് നമുക്ക് കാഴ്ചക്കാരിൽ കൂടുതൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുവാനും കൂടുതൽ ഇഷ്ടം ജനിപ്പിക്കുവാനും സാധിക്കും. സോ മേക്ക് യൂസ് ഓഫ് ഓൾ ദീസ് ടിപ്സ് and send me actually some of your art creations, and send me if you have any comments.